ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് വളരെയധികം വിശേഷതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. നമുക്ക് ആ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചുമെല്ലാം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ തുടങ്ങാം അല്ലേ? ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുന്ന ഗണേശ വിഗ്രഹം. ഗണപതി ഭഗവാന്റെ അത്ഭുതകരമായ അനുഭവ കഥകളെപ്പറ്റി പുരാണങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഇന്നും ഭഗവാന്റെ സവിശേഷതകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് കാണിപ്പക്കത്തുള്ള ഈ സിദ്ധിവിനായക ക്ഷേത്രം. ഒരിക്കലും വറ്റാത്ത കിണറിനുള്ളിലാണ് ഈ വിഗ്രഹം ഉള്ളത്. ഈ വിഗ്രഹം വളർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 70 വർഷമായി ഈ വിഗ്രഹം 2 അടിയിൽ കൂടുതൽ വളർന്നിരിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിന് സാക്ഷ്യമായി ക്ഷേത്രത്തിൽ ഗണപതിയുടെ കവചം, വെള്ളിക്കവചം വെച്ചിട്ടുണ്ട്. വിഗ്രഹം വലുതായതിനാൽ ഈ കവചം വിഗ്രഹത്തിന് അനുയോജ്യമല്ലാതായിരിക്കുന്നു. മാത്രവുമല്ല, ഓരോ കവചവും ഏത് വർഷത്തിലെ ആണെന്ന് അറിയാനായി ഓരോ കവചത്തിലും അതാത് വർഷവും രേഖപ്പെടുത്തി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ഇത് വായിച്ച് മനസ്സിലാക്കുവാനും വിഗ്രഹത്തിൻ്റെ വളർച്ചയെപ്പറ്റി അറിയാനും സാധിക്കും. മുൻപ് ഈ കിണറിനുള്ളിലേക്ക് നോക്കിയാണ് ഭക്തർ ഭഗവാനെ വണങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വിഗ്രഹം കിണറിന് മുകളിലേക്ക് വളർന്നിരിക്കുന്നു. വിഗ്രഹത്തിൻ്റെ തല അല്പം കുനിഞ്ഞിരിക്കുന്നതായാണ് കാണപ്പെടുന്നത്. കൂടാതെ കമ്പിപ്പാര കൊണ്ട ഒരു പാടും, അതായത് ഒരു ചെറിയ മുറിവും വിഗ്രഹത്തിലുണ്ട്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ കാണിപ്പക്കത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിറ്റൂരിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ ദൂരം, തിരുപ്പതിയിൽ നിന്ന് 68 കിലോമീറ്ററും അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 11-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ചോള ചക്രവർത്തിയായ കുലോത്തുംഗ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം. എന്നാൽ 1336-ൽ വിജയനഗര ചക്രവർത്തിമാര് ഈ ക്ഷേത്രം കൂടുതൽ വിപുലീകരിച്ചു. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാം. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് ശാരീരിക വൈകല്യമുള്ള 3 സഹോദരന്മാർ ജീവിച്ചിരുന്നു. അവരിൽ ഒരാൾ അന്ധനും മറ്റൊരാൾ ഊമയും മൂന്നാമൻ ബധിരനുമായിരുന്നു. വിഹാരപുരി ഗ്രാമത്തിനടുത്തുള്ള ചെറിയ ഭൂമിയിൽ കൃഷി ചെയ്താണ് അവർ ഉപജീവനം നടത്തിയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ കൃഷി ആവശ്യത്തിനായി കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ കിണറ്റിലെ വെള്ളം വറ്റിയതായി അവർക്ക് മനസ്സിലായി. സഹോദരന്മാരിൽ ഒരാൾ കിണറ്റിൽ ഇറങ്ങി ഇരുമ്പ് പാര ഉപയോഗിച്ച് വീണ്ടും ആഴത്തിൽ കുഴിക്കാൻ തുടങ്ങും. പക്ഷേ ആ സമയം തന്നെ തൻ്റെ പാര വെള്ളത്തിൽ ആടിയുലയുകയും അടിയിൽ ഒരു കല്ല് പോലുള്ള വസ്തുവിൽ ഇടിക്കുകയും ചെയ്യുന്നതായി അയാൾ മനസ്സിലാക്കി. കല്ലിൽ നിന്ന് രക്തമൊലിച്ചിറങ്ങുന്നത് കണ്ട് അവർ ഭയപ്പെടും. എന്നാൽ അടുത്ത നിമിഷം തന്നെ രക്തം കിണറ്റിലെ മുഴുവൻ വെള്ളത്തിലും കലരുകയും ചെയ്യും. അതേസമയം ദിവ്യദർശനത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്മാർ അവരുടെ മുൻകാല ശാരീരിക വൈകല്യങ്ങൾ ഭേദിച്ചു. ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്ത ഗ്രാമവാസികളുടെ കാതുകളിലെത്തിയപ്പോൾ അവർ കിണറിനടുത്തേക്ക് വരികയും വീണ്ടും വീണ്ടും ആഴത്തിൽ കിണർ കുഴിക്കാൻ പലരും ശ്രമിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ ഗണപതിയുടെ ഒരു വിഗ്രഹം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതെല്ലാം കണ്ട് അത്ഭുതരായ ഗ്രാമവാസികൾ സ്വയം പ്രത്യക്ഷമായ വിഗ്രഹത്തിന് ധാരാളം തേങ്ങയും മറ്റ് സ്നേഹ വഴിപാടുകളും അർപ്പിച്ചു. ഒപ്പം അവരുടെ എളിയ പ്രാർത്ഥനകളും. തേങ്ങാവെള്ളം 1.5 ഏക്കറിലധികം ദൂരത്തേക്ക് ഒരു അരുവിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഈ പ്രതിഭാസം കാണിപ്പകം എന്ന വാക്ക് രൂപപ്പെടാൻ കാരണവുമായി. അവിടെ കണി എന്നാൽ തണ്ണീർത്തടം എന്നും പകം എന്നാൽ തണ്ണീർത്തടത്തിലേക്കുള്ള ജലപ്രവാഹം എന്നും അർത്ഥമാക്കുന്നു. ഇന്ന് വരെ വിഗ്രഹം അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത്, അതായത് താഴെ നിന്ന് മുളച്ചു വന്ന കിണറിൽ കിടക്കുന്നു. പുണ്യകിണറിലെ വെള്ളം ഒരിക്കലും വറ്റുന്നില്ല. അങ്ങനെ ദിവ്യശക്തിയുടെ അമർത്യതയെ ഇത് സൂചിപ്പിക്കുന്നു. മഴക്കാലത്ത് കിണർ പവിത്രമാക്കിയ വെള്ളത്താൽ നിറഞ്ഞൊഴുകും. അത് തീർത്ഥമായി ഭക്തർക്ക് സമർപ്പിക്കുന്നു. കാണിപ്പക്കത്തിലെ ഗണപതിയുടെ സ്വയം പ്രകടമായ വിഗ്രഹം നീതിയുടെ നാഥനാണ്.
ക്ഷേത്രക്കുളത്തിലെ പുണ്യജലത്തിൽ മുങ്ങി കുളിച്ച് ദേവന്റെ വിഗ്രഹത്തിന് മുന്നിൽ സത്യം ചെയ്ത് പരസ്പര കലഹം പരിഹരിക്കാൻ നിരവധി ആളുകൾ വളരെ കാലമായി ക്ഷേത്രം സന്ദർശിക്കാറുണ്ടത്രേ. പുണ്യസ്നാനം കഴിഞ്ഞ ഉടനെയും നീതി കോടതിയിലോ ക്ഷേത്രത്തിന്റെ അകത്തെ അറകളിലോ കയറുന്നതിന് മുൻപ് തന്നെ പാപികൾ തൻ്റെ തെറ്റുകൾ സമ്മതിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടത്രേ. ശ്രീ വരസിദ്ധി വിനായകന്റെ ശക്തി ഈ ലോകം മുഴുവൻ അറിയപ്പെടേണ്ടതാണ്. കാണിപ്പക്കത്തിന്റെ മറ്റൊരു സവിശേഷത ശ്രീ വരസിദ്ധി വിനായക ക്ഷേത്രത്തിന് സമീപം ഒഴുകുന്ന ബാഹുദ നദിയാണ്. ഇതിനു പിന്നിലും ഒരു കഥയുണ്ട് കേട്ടോ. അതായത് 2 സഹോദരന്മാർ, ശംഖനും ലിഖിതനും. അവർ രണ്ടുപേരും ഒരു ദിവസം കാണിപ്പാക്കത്തേക്ക് തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. കഠിനമായ യാത്രയാണ്. ലിഖിതന് വിശന്നു തുടങ്ങി. തൻ്റെ മൂത്ത സഹോദരന്റെ ഉപദേശം അവഗണിച്ച് ഉടമയുടെ അനുവാദമില്ലാതെ അടുത്തു കണ്ട ഒരു മാമ്പഴം ഭക്ഷണത്തിനായി പറിച്ചു. സത്യം പറയാൻ ബാധ്യസ്ഥനായ ശങ്കനോ ആ സ്ഥലത്തെ രാജാവിനോട് ഇക്കാര്യം പറയുകയും തീർത്ഥാടന വേളയിൽ ലിഖിത ചെയ്ത പാപത്തിന് അനുയോജ്യമായ ശിക്ഷ ആവശ്യപ്പെടുകയും ചെയ്തു അത്രേ. ശിക്ഷയായി ഭരണാധികാരി ചെയ്തതോ ലിഖിതയുടെ 2 കൈകളും വെട്ടിമാറ്റി. ഈ സംഭവത്തിന് ശേഷം 2 സഹോദരന്മാരും കാണിപ്പക്കത്തെത്തി അവിടുത്തെ പുണ്യജലത്തിൽ മുങ്ങിയപ്പോൾ അത്ഭുതകരമായി ലിഖിതയുടെ മുറിഞ്ഞ കൈകൾ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അവിടുത്തെ ഭരണാധികാരി ബാഹുക്കൾ ദാനം ചെയ്തത്, ബാഹുക്കളുടെ ദാതാവ് എന്നർത്ഥം വരുന്ന ബഹുദ എന്ന പേര് ആ നദിക്ക് നൽകുകയും ചെയ്തു അത്രേ. ഗണേശ ചതുർത്ഥി നാളിൽ തുടങ്ങുന്ന ബ്രഹ്മോത്സവം 21 ദിവസത്തെ ഉത്സവമായാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഇതിന് രാജ്യത്തെമ്പാടുമുള്ള നിരവധി തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തി ഗണേശന്റെ അനുഗ്രഹം നേടാറുണ്ട്. കലിയുഗമാണല്ലോ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലിയുഗത്തിൽ നടക്കുന്ന അനർത്ഥങ്ങളാൽ വിഷമിക്കുന്ന ഭക്തർക്ക് ഒരു ആശ്രയം കൂടിയാണ് കാണിപ്പാക്കം വരസിദ്ധി വിനായകർ. കലിയുഗം അവസാനം വരെ ഈ ഗണേശ വിഗ്രഹത്തിന്റെ വളർച്ച ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കലിയുഗത്തിൽ ഭക്തർ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് മോക്ഷം നൽകുവാൻ കലിയുഗവരദനായ അയ്യപ്പസ്വാമി, ദത്താത്രേയ, സായിബാബ എന്നിവർ അഭയം നൽകുന്നത് പോലെ തന്നെ ശക്തിയുള്ള അത്ഭുത സിദ്ധിയുള്ള കാണിപ്പക്ക വിനായകർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അക്ഷരപ്പൂക്കൾ ഗണേശപാദങ്ങളിൽ സമർപ്പിക്കുന്നു. അറിവ് പകർന്നു തന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.